ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ മതങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ സഭകൾ എന്ന് നമ്മളിപ്പോൾ വിശേഷിക്കപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ ഉണ്ടായതിൻ്റെ ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില മാറ്റങ്ങൾ AD ഉണ്ടായതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ AD 270 സഭാ അധ്യക്ഷനെ പുരോഹിതൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ അതിനു മുമ്പ് ഇടയന്മാർ, അപ്പോസ്തലന്മാർ എന്ന അടിസ്ഥാനത്തിൽ മേൽസഭ പണിത് വന്നിരുന്ന സഭയെ പിന്നീട് വിളിക്കാൻ തുടങ്ങി സഭാധ്യക്ഷൻ, പുരോഹിതൻ എന്നിങ്ങനെ വിളിക്കാനായിട്ട് തുടങ്ങി. അപ്പം അത് സംഭവിച്ച AD 270 അല്ലേ? AD 270 അത് സംഭവിച്ചു. അതുപോലെ തന്നെ AD 270 തന്നെ സിപ്രിയൻ പുരോഹിതന്മാരുടെ ബലിയർപ്പണം ആരംഭിച്ചു. കർത്താവിന്റെ മേശ എന്നുള്ളത് പിന്നീട് അത് ബലിയർപ്പണമായിട്ട് AD 270 അത് മാറ്റപ്പെട്ടു. പിന്നീട് 274 സൂര്യദേവ പെരുന്നാൾ ക്രിസ്മസ് ആക്കാനായിട്ട് ശ്രമം തുടങ്ങി എന്നുള്ളതാണ് പല ആളുകളും അതിനെക്കുറിച്ച് ചരിത്രത്തിന്റെ പ്രധാന രേഖകളിലൊക്കെ കാണുന്നത്. അപ്പൊ ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്തു? സഭകളിലേക്ക് അല്ലെങ്കിൽ വിശ്വാസങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങി. അത് പിന്നീട് മതമായി പരിണമിക്കപ്പെട്ടു. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ മതങ്ങളുടെ എല്ലാം ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് അവയാണ്. പിന്നീട് നമ്മൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം, AD 300 മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. AD 300 എന്ത് ചെയ്തു? മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മരിച്ചവർക്ക്, അതായത് മരിച്ചവരും മൗനതയിലുള്ളവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവര് മരിക്കുന്നവർക്ക് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉണ്ടായത് AD 300 അതുണ്ടായി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇതൊന്നും ദൈവവചനത്തിൽ യാതൊരുവിധ തെളിവുകളില്ലാത്ത കാര്യങ്ങളാണ്. ഇതെല്ലാം മതങ്ങൾ മാത്രമാണ്. മതങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അഭിപ്രായങ്ങൾ മാത്രത്തിൽ ഉളവാക്കപ്പെട്ട ഒരു സംഗതികൾ മാത്രമായിട്ടാണ് അതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. 300 തന്നെ ഒരു കാര്യം കൂടി അവർ ചെയ്യാൻ തുടങ്ങി. കുരിശ് രൂപം സ്ഥാപിക്കാനും വന്ദിക്കാനും തുടങ്ങി. അപ്പൊ കുരിശ് രൂപം ഉണ്ടാക്കുക, അതിനെ വന്ദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയത് AD 300 അതിന് മുമ്പ് ഇങ്ങനൊരു സംഭവമില്ല. കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം, അല്ലെ? സത്യനമസ്കാരികൾ എന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും എന്ന് പറയുന്ന ആ വിശ്വസ്തമായ രീതിയെ അവരെന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്തത്? ഇങ്ങനെയൊരു കാര്യം അവിടെ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതാണ് കുരിശിനെ ആരാധിക്കുക. കുരിശ് എന്ന് പറയുമ്പോൾ വിഗ്രഹമാണ്. കുരിശിനെ യഹൂദന്മാര് ശാപമായിട്ടാണ് കരുതിയിരുന്നത്, അല്ലെങ്കിൽ ശാപവസ്തുവായിട്ടായിരുന്നു കരുതിയിരുന്നത്. ആ ശാപവസ്തുവിനിലാണ് കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്ത്? ക്രൂശിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി ശാപമാകാൻ വേണ്ടി. അപ്പൊ ആ കുരിശിനെ ആരാധിക്കാനായിട്ട് തുടങ്ങി. കർത്താവില്ലാത്ത കുരിശിനെ ആരാധിക്കാൻ തുടങ്ങിയ AD 300, അല്ലെ? മരിച്ചവരോടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവവചന വ്യവസ്ഥയിലില്ലാത്ത ചില കാര്യങ്ങൾ. ഈ 320 ആരംഭിച്ചാണ് ഈ മെഴുകുതിരി കത്തിക്കൽ ആരംഭിച്ചു. അപ്പൊ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ്. AD 320 മെഴുകുതിരി കത്തിക്കൽ ആരംഭിച്ചു എന്നാണ് അതിനെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവവചനത്തിലില്ല മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണമെന്നും മെഴുകുതിരി കത്തിക്കണമെന്നും ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അതിനുശേഷം AD 354 ജൂലിയൻ ക്രിസ്തുമസ് ഡിസംബർ 25 പ്രഖ്യാപിച്ചു. 25 എന്ന് പ്രഖ്യാപിച്ചു. അത് ഉറപ്പില്ലാത്ത ഒരു ഡേറ്റ് ആണ്, എങ്കിലും അതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും പലരും ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. AD 375 വിശുദ്ധന്മാരെയും ദൂതന്മാരെയും സിരുസ്വരൂപങ്ങളെയും ആരാധിക്കാം. അപ്പൊ ആരാധ്യൻ ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് AD 375 ആയപ്പോൾ വിശുദ്ധന്മാരെ ആരാധിക്കാൻ തുടങ്ങി, ദൂതന്മാരെ ആരാധിക്കാൻ തുടങ്ങി, തിരുസ്വരൂപങ്ങളെ ആരാധിക്കാനായിട്ട് തുടങ്ങി.
അപ്പൊ ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ പഠിപ്പിച്ച പിതാക്കന്മാരാണല്ലോ, പിതാക്കന്മാർ പറഞ്ഞിട്ടാണല്ലോ ഇത് ആരാധിക്കുന്നത്. ആ പിതാക്കന്മാർ പറഞ്ഞ ഒരു കാര്യമാണ് ഈ തൃത്വം ത്രിയേകം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ. അത് നമുക്കറിയാവുന്ന ഒരു പ്രസ്താവന തന്നെയാണ് തൃത്വം ത്രിയേകത്വം, അല്ലെ? പല ആളുകളും ഇന്ന് എനിക്ക് തോന്നുന്നു ബന്ധക്കോസിലെ പാസ്റ്റർമാർ പോലും ആ പിതാക്കന്മാരെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അവർ തന്നെയാണ് പറഞ്ഞത്, ഈ ദൈവവചനത്തിലില്ലാതെ ഏക ആരാധന യോഗ്യൻ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് അവർ തന്നെ പഠിപ്പിച്ചിട്ട് അവർ തന്നെ ആ വചനം തെറ്റിക്കുന്ന അവസ്ഥയല്ലേ. എന്താണ് പറഞ്ഞത്? വിശുദ്ധന്മാരെയും ദൂതന്മാരെയും അതുപോലെ തന്നെ തിരുസ്വരൂപങ്ങളെ ആരാധിക്കാം, വിഗ്രഹം ഉണ്ടാക്കരുത്, അല്ലേ? ഭൂമിയുടെ കീഴിൽ ഒരു വിഗ്രഹവും പാടില്ലെന്ന് പറഞ്ഞ ദൈവത്തെ എന്ത് ചെയ്യാണ്? അവമാനിക്കുന്ന തരത്തിലാണ് ഇന്നത്തെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്നത്. അത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. അപ്പൊ അടുത്ത AD 394 അപ്പവീഞ്ഞുകൾ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളായി മാറുമെന്ന ഉപദേശം പഠിപ്പിക്കാൻ തുടങ്ങി. പിതാക്കന്മാർ പഠിപ്പിച്ചതെല്ലാം പഠിക്കുന്നവരോടൊരു ശ്രദ്ധയാണ് ഈ പറയാനുള്ളത്. കാരണം ഇതെല്ലാം വചനവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പിതാക്കന്മാർ തന്നെയാണ്. അപ്പൊ പിതാക്കന്മാർ ഏറ്റെടുക്കുന്നവരെല്ലാം ഇതെല്ലാം സ്വീകരിക്കേണ്ടതായി വരും. അത്രേ എനിക്കിതിനെ കുറിച്ച് പറയുവാനുള്ളൂ. ദൈവവചനവുമായിട്ട് ഇത് യാതൊരുവിധ സംബന്ധങ്ങളും ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് സത്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ വീഞ്ഞുകൾ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളായി മാറുന്നു എന്ന ഉപദേശം എന്നാണ് ഈ AD 394 അത് ചെയ്തതെന്നാണ്. 431 AD 431 മറിയെ ആരാധിക്കാൻ ദൈവമാതാവെന്ന് സംബോധന ചെയ്യുവാൻ തുടങ്ങുകയും ചെയ്തു. ലോകം മുഴുവനും ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്ന മറിയത്തെ, അല്ലെങ്കിൽ മറിയാം, അതായത് ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയത്തെ എന്ത് ചെയ്തു? ആരാധിക്കാം എന്നുള്ള ഏക ആരാധ്യൻ എന്ന് പറഞ്ഞിട്ട്, ക്രിസ്തു മാത്രമാണ് ആരാധ്യൻ എന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്തു? മനുഷ്യരെ ആരാധിക്കാൻ തുടങ്ങി. മനുഷ്യ ആരാധന, അല്ലെ? ദൈവത്തിന്റെ അമ്മയാക്കി മറിയത്തെ മാറ്റി എന്നുള്ളതാണ് വളരെ തെറ്റായ ഒരു പഠിപ്പില് AD 431 ആരംഭിച്ചു എന്ന് കാണുന്നു. അപ്പൊ AD 500 വരുമ്പോൾ ഐമേനികളിൽ നിന്ന് വിശ്വസ്തനായ ഒരു പുരോഹിത വേഷം ആരംഭിച്ചു. അതൊക്കെ വളരെ വലിയ ചരിത്രങ്ങളാണ്. പുരോഹിത വേഷങ്ങളൊക്കെ ആരംഭിച്ചു എന്നാണ് പറയുന്നത് AD 500. AD 500 ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഐമേനുകളിൽ നിന്ന് വിശ്വസ്തമായ പുരോഹിത വേഷം, പുരോഹിതന്മാരുടെ വേഷമൊക്കെ ധരിച്ചുകൊണ്ട്, അങ്ങനെ വേഷമോ ഡ്രസ് കോഡോ ഒന്നും അപ്പോസ്തലന്മാർക്ക് പോലും അങ്ങനെ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നില്ല. അവരുടെ ഏക ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അതാണ് അവർ ധരിച്ചത്. അല്ലാതെ ഈ പറയുന്ന ഭൂമിയിൽ ഒരു തയ്യക്കാരൻ തയ്ച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ തുന്നി ഉണ്ടാക്കുന്ന ഡ്രസ്സ് ആയിരുന്നില്ല അവർ ധരിച്ചത്. അവർ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ധരിച്ചത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. AD 526 അന്ത്യകൂദാശ ആരംഭിച്ചു. ദൈവവചനത്തിലില്ലാത്ത ഒരു കാര്യം AD 526 ആരംഭിച്ചു. ഇനി നമ്മൾ അടുത്തത് ചിന്തിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു 593 ഇന്ന് ചില സഭകളൊക്കെ പ്രാർത്ഥിച്ചു വരുന്ന ഒരു കാര്യമാണ്. മരണാന്തരം ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട്, ബസ്പൂർ ഖാന എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ബസ്പൂർ ഖാന എന്ന് പറയുന്ന സംഭവം AD 593 ആരംഭിച്ച കാര്യമാണ്. ഇന്ന് പല മതങ്ങളും, ക്രിസ്ത്യാനികളുടെ ലേബൽ എന്ന് പറയുന്ന പല മതങ്ങളും ഇന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അടുത്ത 600 ലത്തീൻ ഭാഷയിലുള്ള ആരാധനകൾ ആരംഭിച്ചു എന്ന് AD 600. AD 600 വീണ്ടും പറയുകയാണ്, മറിയോടും വിശുദ്ധന്മാരോടും പ്രാർത്ഥന ആരംഭിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിനെ അവിടെ അവർ തള്ളിക്കളഞ്ഞു. യേശുക്രിസ്തു അല്ല, ഈ വിശുദ്ധന്മാരിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇവരിതെല്ലാം ചെയ്തത്. കർത്താവിനെ അന്നോട്ടേ അവർ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായ. കർത്താവില്ല അവിടെ, യേശു കർത്താവില്ല. അപ്പം മനുഷ്യർക്കാണ് പ്രാധാന്യം, കർത്താവിനേക്കാളിലും പ്രാധാന്യം. അല്ലെ, ഏക ആരാധ്യ പുരുഷൻ, ഏക രക്ഷപ്പെടുവാനുള്ളത്, മറ്റൊരുത്തനും രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട്
അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദാ ഇവിടെ AD 600 മറിയോടും വിശുദ്ധന്മാരോടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്ക് AD 606 വരുമ്പോൾ ബോണിഫസ് മൂന്നാമൻ പോപ്പ് ലോകൈക മെത്രാൻ എന്ന് പ്രഖ്യാപിച്ചു. ലോകൈക മെത്രാൻ, അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കേസല്ല. AD 709 മാർപ്പാപ്പയുടെ പാദചുംബനം ആരംഭിച്ചു. AD 786 വിഗ്രഹാരാധനയും തിരുശേഷിപ്പാരാധനയും അംഗീകരിച്ചു. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. ശ്രദ്ധിച്ചോണം. AD 786 വിഗ്രഹാരാധന തുടങ്ങി. അതുവരെ ആരാധിച്ചിട്ടില്ല. AD 786 തുടങ്ങിയതാണ് ഈ വിഗ്രഹാരാധനയും തിരുശേഷിപ്പാരാധനയും. അത് അംഗീകരിച്ചതായിട്ട് അവിടെ കാണുന്നു. AD 850 ജലമുണ്ട്, തൈലമുണ്ട്, പുരോഹിതന് വാഴ്ത്തി കൊടുക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചു. AD 890 യോസഫ് പിതാവിനെ ആരാധിക്കാൻ ആരംഭിച്ചു. അപ്പൊ AD 890 യോസഫ് പിതാവിനെ ആരാധിക്കാൻ ആരംഭിച്ചു. കർത്താവിന്റെ വളർത്തു പിതാവായ യോസഫിനെ ആരാധിക്കാൻ തുടങ്ങി. കർത്താവിനെ വേണ്ട, യോസഫ് പിതാവിനെ മതി എന്നുള്ള ആ ഒരു ചിന്താഗതി. AD 927 കർദിനാൾ സംഘം രൂപീകരിച്ചു. AD 995 മരണശേഷം വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കൽ. AD 995 തുടങ്ങിയ പരിപാടിയാണ് വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നു. AD 998 നോമ്പും ഉപവാസവും ആരംഭിച്ചു. 1079 കുർബാന ബലി അർപ്പണമാക്കി മാറ്റി. 1079 അതിനുശേഷം 1079 ഗ്രിഗറി VI റോമൻ പുരോഹിത വിവാഹം വിലക്കി. പുരോഹിതന്റെ വിവാഹം വിലക്കി, അല്ലെ? ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു TPM സഭയ്ക്ക് കൊടുത്ത മറുപടിയിൽ ഏക ഭാര്യ ഉള്ളവനായിരിക്കണം സഭാധ്യക്ഷൻ. അപ്പൊ ആ വചനവും അവിടെ തെറ്റിച്ചതായിട്ട് AD 1079 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി 1090 പാപമോചന ചീട്ട് വിൽപ്പന ആരംഭിച്ചു. അപ്പൊ യേശുക്രിസ്തുവിനെ താടെ മാറ്റിക്കളഞ്ഞുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ വേണ്ട എന്നുള്ള, പാപമോചനത്തിന് പോലും കർത്താവിന്റെ ആവശ്യമില്ല എന്നൊരു ചിന്താഗതി അവിടെ വരാൻ തുടങ്ങി. പാപമോചനം വിൽപ്പന ആരംഭിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. 1090 ജപമാല ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി. 1090 എന്ത് ചെയ്തു? ജപമാല ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇതൊന്നും ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് ജപമാല എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത്. 1215 അപ്പവീഞ്ഞുകൾക്ക് വസ്തുമാറ്റം സംഭവിക്കുന്നു എന്ന ഉപദേശം അംഗീകരിച്ച് കുർബാന ബലിയാക്കി മാറ്റി. എന്തെല്ലാം മാറ്റങ്ങളാ വന്നല്ലേ. 1215 വരുമ്പോൾ കുംഭസാരം ആരംഭിച്ചു, അല്ലെ? കുംഭസാരം. 1229 ബൈബിൾ പൊതുജനം വായിക്കുന്നത് തടഞ്ഞു. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. 1220 പൊതുജനം ബൈബിള് വായിക്കുന്നത്, അല്ലെ ദൈവവചനം വായിക്കുന്നത് തടഞ്ഞു. ദൈവവചനം വായിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും എന്താണ് പാപമോചനം കൊടുക്കുന്ന ഏത് നാമത്തിലാണ്? യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് തോന്നിയത് കൊണ്ടാവാം അവരെന്ത് ചെയ്തു? 1229 അതങ്ങ് വിലക്കി എന്ന് അവിടെ കാണുന്നു. ബൈബിള് വായിക്കുക. അപ്പൊ ബൈബിള് വായിച്ചത് ദൈവത്തിന്റെ വചനമാണ്, സത്യമാണ്, അതിനകത്താണ് സത്യം ഇരിക്കുന്നത് എന്നുള്ള കാര്യം ജനത്തിന്റെ കണ്ണിൽ അങ്ങ് മറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കുഴപ്പമില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു സുന്നകദോസിൽ വെച്ചാണ് അത് ചെയ്തത്. വാലൻഷ്യ സുന്നകദോസിൽ വെച്ച് അത് ചെയ്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എന്തെല്ലാം മാറ്റം ഉണ്ടായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തെക്കുറിച്ചുള്ളതും ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ള അജ്ഞത അവിടെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. ഇനി 1251 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കന്യാസ്ത്രീകൾക്ക് പ്രത്യേക വസ്ത്രം ഏർപ്പെടുത്തി. കന്യാസ്ത്രീകൾക്ക് എന്താണ്? പ്രത്യേക വസ്ത്രം ഏർപ്പെടുത്തി. 1251 നടന്ന സംഭവമാണ്. ഇനി 1311 റാവിന്റെ സുന്നത്തിൽ വെച്ച് ശിഷ്യസ്നാനം അംഗീകരിച്ചു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടു. ശിഷ്യസ്നാനമാണോ മുതിർന്ന സ്നാനമാണോ ശരി എന്നുള്ള കാര്യം. അപ്പൊ ബൈബിൾ ഓൾറെഡി അടച്ചു വെക്കാൻ പറഞ്ഞു. എന്നായിരുന്നു ബൈബിൾ അടച്ചു വെക്കാൻ പറഞ്ഞത്? 1229
അപ്പോൾ ബൈബിൾ വായിച്ചാൽ ഇവർക്ക് മനസ്സിലാവും മുതിർന്ന സ്നാനമാണ് ശരി എന്നുള്ള കാര്യം. അപ്പോൾ ശിശുസ്നാനം എന്താണ്? ശിശുസ്നാനം അംഗീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? ശിശുസ്നാനം അപ്പോൾ ഇതെല്ലാം മറച്ചു വെച്ചെങ്കിലല്ലേ ഇവർക്ക് ഇത് പറ്റുള്ളൂ, അല്ലേ? റാവന് സുന്നകദോസിൽ വെച്ച് ശിശുസ്നാനം അംഗീകരിച്ചു. അപ്പൊ എല്ലാം സുന്നകദോസാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രൊട്ടസ്റ്റന്റ് ബന്ധുക്കോസുകാർ പോലും ഇപ്പൊ സുന്നകദോസുകളെ അംഗീകരിക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ സുന്നകദോസിൽ വന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം. എന്താണ്? ശിശുസ്നാനം അംഗീകരിച്ചു. അപ്പൊ ഞാനതിനെക്കുറിച്ച് ഏതാണ് ശരിയായ സ്നാനം എന്ന കാര്യത്തെക്കുറിച്ച് അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ശിശുസ്നാനമാണോ മറ്റേ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിരുന്നു, ശിശുസ്നാനം അതേപോലെ തന്നെ മുതിർന്ന സ്നാനമാണ് ശരി. അപ്പൊ മുതിർന്ന സ്നാനം ശരിയാണോ ഇല്ലെന്ന് ആ സമയങ്ങളിൽ ബൈബിൾ വായിക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് അറിയത്തില്ല. ബൈബിൾ അങ്ങ് അടപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളൊന്നും മിണ്ടത്തില്ല. ജനങ്ങൾ ഈ പറയുന്ന സഭാധ്യക്ഷന്മാരെ അംഗീകരിക്കത്തുള്ളൂ. അപ്പൊ അന്ന് വന്ന ഒരു മാറ്റമാണത്. ഇനി നമുക്ക് താഴോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഇനി നമ്മളങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ശിശുസ്നാനം അംഗീകരിച്ചു. 1414 കുർബാന അപ്പ വീഞ്ഞുകൾ പ്രത്യേകം നൽകുന്ന നിർത്തലാക്കി അപ്പം വീഞ്ഞിൽ മുക്കി കൊടുക്കാൻ തുടങ്ങി. അതൊന്ന്. 1439 ശുദ്ധീകരണ സ്ഥലമുണ്ടെന്ന വിശ്വാസം സത്യമായി പ്രഖ്യാപിച്ചു. 1439 7 കൂദാശകൾ പ്രാബല്യത്തിൽ വന്നു. അപ്പൊ ഇതെല്ലാം കൊണ്ടുവരുന്നതിന് ബൈബിൾ അവരെ കൊണ്ട് അങ്ങ് മറച്ചു. ബൈബിൾ ഇനി ആർക്കും വിശ്വാസികൾ വായിക്കണ്ട എന്നുള്ള ഒരു ഇത് വന്നു. 1476 പാപമോചന ചെയ്തിട്ട് വെൽപ്പന ജർമ്മനിയിൽ ഊർജപ്പെടുത്തി. അപ്പോൾ ഒരു പോപ്പ് 4-ാമൻ സിക്സ്റ്റസോ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് 1476 പാപമോചന ചീട്ട് വിൽപ്പന ജർമ്മനിയിലെ ഊർജപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നു. 1545 പാരമ്പര്യങ്ങൾ ബൈബിളിന് തുല്യമാണെന്ന് പഠിപ്പിച്ചു. അപ്പൊ പാരമ്പര്യവും കർത്താവിന്റെ വിശ്വാസവുമായി യാതൊരു പ്രാധാന്യങ്ങളുമില്ല, അത് ശരിയാണെന്ന് പഠിപ്പിച്ചു. കാരണം ബൈബിൾ വായിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ആർക്കും അറിയത്തില്ല. അത് ശരിയാണെന്ന് അവർ പറയുന്നത് അതുപോലെ അംഗീകരിക്കാനേ അവർക്ക് പറ്റത്തുള്ളൂ. 1546 അപ്പോഗ്രിഫ ഗ്രന്ഥങ്ങൾ അംഗീകരിച്ചു, അല്ലെ? തോബിയത്ത് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ. അത് എനിക്ക് തോന്നുന്നു ചില ഭാഗങ്ങളുടെ ഇടയിലെ പുസ്തകമുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 1554 കന്യാമറിയം അമലോത്ഭവ എന്ന് പഠിപ്പിച്ചു. അപ്പം ഇതൊക്കെ ബൈബിളിനെ മറച്ചു വെച്ചാണ്, ദൈവവചനം മറച്ചു വെച്ചാണ്. കാരണം അപ്പോൾ അതെല്ലാം ചെയ്തത്. 1879 പാപ്പയുടെ അപ്രമാദിത്യം പ്രഖ്യാപിച്ചു. 1950 യേശുവിന്റെ മാതാവ് സ്വർഗാരോഹണം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. 1950 യേശുവിന്റെ മാതാവ്. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു മാത്രം ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. പക്ഷെ 1950 അവർക്ക് ഇതുണ്ടായി, യേശു ക്രിസ്തുവിന്റെ മാതാവും സ്വർഗാരോഹണം ചെയ്തു എന്ന്. ഓക്കെ. 1965 മറിയയെ സഭയുടെ മാതാവാക്കി പോൾ ആറാമൻ പ്രഖ്യാപിച്ചു. അപ്പൊ ആരാണ് മറിയയെ സഭയുടെ മാതാവാക്കി പോൾ ആറാമൻ പ്രഖ്യാപിച്ചു? അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിനെ താനെ എടുത്തു കളഞ്ഞാണ് അവരിതൊക്കെ ചെയ്തത്, അല്ലെ? 1996 പരിണാമ സിദ്ധാന്തം തെറ്റല്ലെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. തെറ്റല്ല എന്ന്. അപ്പൊ 2000 ജോൺ പോൾ രണ്ടാമൻ ഇതുവരെ കത്തോലിക്ക സഭ ചെയ്ത പാതകങ്ങൾക്ക് ലോകത്തോട് മാപ്പ് പറഞ്ഞു. അപ്പോൾ മാർപ്പാപ്പയുടെ തെറ്റാവുന്ന ഇവിടെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാലത്ത് ദൈവവചനം ഉണ്ടായിരുന്നില്ല. ദൈവവചനം വായിക്കാൻ യാതൊരുവിധ അവകാശവും ഒരു ജനത്തിനും ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം മാറ്റി ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ എല്ലാം പാടെ മാറ്റി. ഇത് മനസ്സിലാക്കി തിരിച്ചു വരുന്നവനാണ് കർത്താവിന്റെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് ഈ പറയുന്ന മാറ്റങ്ങൾ, ഏടികളിലുണ്ടായ ഈ മാറ്റങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ വചനപരമ്പരകൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദൈവം നിങ്ങളെ ധാരാളം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോകൾ തുടർന്ന് കാണുവാനും എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ബുക്ക് ഓഫ് ദ ലോർഡ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.